ഒരു കഥ പറയാനുണ്ട്. ഒരാൾ സ്നേഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ വേണ്ടി ഒരു പനിനീർ ചെടിയെ വേരുകളെ നോവിക്കാതെ ഒരു സ്ഥലത്ത് നിന്ന് പറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നടുകയാണ്. അവൻ്റെ സ്നേഹ ലാളനകളേറ്റ് ആ ചെടി വളരുന്നു. എന്നാൽ ജോലി സംബന്ധമായ ഒരു തിരക്കിൽപ്പെട്ട് അവന് കുറച്ച് കാലത്തേക്ക് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരികയാണ്. അവൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ആ ചുവന്ന പനിനീർ ചെടി പൂത്തു നിൽക്കുകയാണ്. എന്നാൽ അവൻ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. ആ ചെടി പൂവിട്ടത് അവന് വേണ്ടിയിട്ടല്ല, അവൻ്റെ അഭാവത്തിൽ അവളെ തേടി വന്ന ഒരു കാട്ടുവള്ളിക്ക് വേണ്ടിയിട്ടാണ് എന്ന്. ഈ കഥ ഞാൻ പറഞ്ഞതല്ല, വേടൻ എന്ന പുസ്തകത്തിൽ സൂരജ് അവതരിപ്പിക്കുന്ന കഥയാണിത്. അതിനോടൊപ്പം സൂരജ് ഇങ്ങനെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മനുഷ്യൻ ഒന്ന് അശ്രദ്ധനായാൽ എത്ര വേഗമാണ് ബന്ധങ്ങൾക്കിടയിൽ കാട്ടുവള്ളികൾ പടരുന്നത്. അലസമായതിനെയും നിർജീവമായതിനെയും പ്രകൃതി മറ്റു പലതിനും വളമാക്കും. പോരാടുക, പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് ജീവിക്കാനുള്ള മാർഗം. ഇത്തരത്തിൽ ഇരുട്ടും വെളിച്ചവും വേർതിരിക്കാൻ കഴിയാത്ത ഇരുനിറത്തിലുള്ള അല്ലെങ്കിൽ ചാരനിറത്തിലുള്ള മനുഷ്യ മനസ്സിനെ പൊളിച്ചെഴുതുന്ന ഒരു 15 ചെറുകഥകളാണ് സൂരജ് ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. വെറുപ്പും ഭയവും സ്നേഹവും കാമവും നിറഞ്ഞ ആദിമ വാസനയാണ് മനുഷ്യൻ്റെ സ്വത്വമെന്ന് തിരിച്ചറിയിക്കുന്ന, അല്ലെങ്കിൽ അത് തുറന്നെഴുതപ്പെടുന്ന ഒരു പുസ്തകമായിട്ടാണ് വേടൻ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. വളരെ ലളിതമായ ഭാഷയിൽ ഏതൊരു വായനക്കാരനും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഈ പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങി വായിച്ചാൽ നിങ്ങൾക്കൊരു നഷ്ടബോധം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ കഥകൾ ഇഷ്ടപ്പെടും. അതിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയോ നിങ്ങളെ ചിരിപ്പിച്ച അല്ലെങ്കിൽ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളെ കടന്നുപോയ പല മനുഷ്യരെയും കാണാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്.